ആശ്വസിപ്പിക്കും. ഇന്ന് ലോക ജനത മുഴുവൻ നോക്കുന്നത് അവരെ ആശ്വസിപ്പിക്കാൻ ഒരാളിനെയാണ്. കർത്താവ് ഇവിടെ വിളിക്കുകയാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ ഏവരുമേ. മനുഷ്യൻ ചുമക്കുന്ന ഏറ്റവും വലിയ ഭാരം അവന്റെ മനസ്സിന്റെ വേദനകളാണ്. ക്ഷമിക്കപ്പെടാത്ത പാപം അതിന്റെ പാപത്തിന്റെ ഭാരമാണ്. മനുഷ്യന് ജീവിതം തന്നെ ഒരു ഭാരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതഭാരത്തിന്റെ ചുമട്, അതാണ് ഏറ്റവും വലിയ ഭാരമുള്ള ചുമട്. വിശേഷാൽ കഴിഞ്ഞ ചില മാസങ്ങളായി കോവിഡിന്റെ പശ്ചാത്തലത്തിൽ, ഈ മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ലോകം മുഴുവൻ ബാധിച്ചിരിക്കുന്ന ഈ വ്യാധി മനുഷ്യനെ മുഴുവൻ എല്ലാ തലങ്ങളിലും ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ്. കോവിഡ് മുഖാന്തരം എന്തെങ്കിലും ഭാരമുണ്ടാകാത്ത ഒരു മനുഷ്യനും ലോകത്തിലില്ല. ശരീരത്തിൽ രോഗം വന്നവര്, സാമ്പത്തികമായ തകർച്ചകൾ സംഭവിച്ചവര്, മരണപ്പെട്ടവരുടെ ബന്ധുക്കൾ, ഇവരെല്ലാം ഇതിന്റെ ഭാരം ചുമക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ ജീവിതത്തിൽ ഒരുപാട് ഭാരങ്ങൾ മനുഷ്യൻ ഇപ്പോൾ വഹിക്കുന്നുണ്ട്. ഓരോ മനുഷ്യനും വഹിക്കാവുന്നതിനപ്പുറമുള്ള ഭാരമുള്ള ചുമട് മനുഷ്യന്റെ തലയ്ക്കകത്ത് ഇരിപ്പുണ്ട്. സാധാരണ ഭാരങ്ങൾ നമ്മൾ ചുമക്കുന്ന തലയുടെ മുകളിൽ വെച്ചാണ്. ഇത് തലയ്ക്കകത്തിരിക്കുന്ന ഭാരങ്ങളാണ്. ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, മാറാ രോഗങ്ങളിൽ നിന്ന് എങ്ങനെ മുക്തി നേടും, ദൈനംദിന ചിലവുകൾക്ക് പണമില്ലാതെ വിഷമിക്കുന്ന ആളുകൾ, കുട്ടികളുടെ വിദ്യാഭ്യാസം, അവരുടെ വിവാഹം, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ മനുഷ്യനെ അലട്ടിക്കൊണ്ട് ഇരിക്കുകയാണ്. ഈ ഭാരം എവിടെ ഇറക്കി വെക്കും? ഈ ഭാരം ആരോട് പറയും? ആരെന്നെ ആശ്വസിപ്പിക്കും, എൻ്റെ ആവശ്യങ്ങളിൽ സഹായിക്കുമെന്നിങ്ങനെ മനുഷ്യൻ ഒരാളിനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പല മനുഷ്യരും അവരുടെ ജീവിതത്തിന്റെ ഭാരങ്ങൾ ചുമക്കുവാൻ കെൽപ്പില്ലാതെ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ്. ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റുകയില്ല. ഒളിച്ചോടുന്ന ആളുകളുടെ അവസാന അറ്റംപ്റ്റ് ആത്മഹത്യയാണ്. ജീവിതം തന്നെ ഒരു ഭാരമായി തീരുമ്പോൾ ഇനി ജീവിച്ചിട്ട് കഥയില്ല, ജീവിക്കാൻ ആശയില്ല, ജീവിക്കാൻ മാർഗമില്ല. എന്തിനു വേണ്ടി ജീവിക്കണം, ആർക്കു വേണ്ടി ജീവിക്കണം, എങ്ങനെ ജീവിക്കണം, ഈ ഭാരം ചുമക്കാൻ കഴിയാതെ മനുഷ്യൻ ജീവിതം അവസാനിപ്പിക്കുകയാണ്. മറ്റു ചിലർ മദ്യത്തിന്, മയക്കുമരുന്നിന് അടിമയായി ഒരല്പസമയത്തേക്ക് ഒരു കിക്ക് കിട്ടി, ഒരാശ്വാസം കിട്ടിയതുപോലെയുള്ള ഒരു തോന്നൽ അവർക്ക് ലഭിക്കുകയാണ്. പക്ഷേ ഇതിനൊരു പരിഹാരമില്ലയോ? ഒരു പരിഹാരകനില്ലയോ? ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ജീവിതം ഭാരമാകുമ്പോൾ ആ ഭാരത്തിൽ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. കർത്താവായ യേശുക്രിസ്തു പരസ്യമായി നിന്നുകൊണ്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്, അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ എൻ്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. 55-ാം സങ്കീർത്തനത്തിൽ 22-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ നൽകുന്ന അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നൽകുന്ന നല്ലൊരു ഉപദേശമുണ്ട്. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. നമ്മുടെ ഭാരം നമ്മൾ തന്നെ ചുമക്കരുത്, അത് ദൈവത്തെ ഏൽപ്പിക്കണം. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. എന്തിനാണ് ഈ ഭാരങ്ങൾ തനിയെ ചുമക്കുന്നത്? ഇത് ഏറ്റെടുക്കാൻ ഒരു നല്ല ദൈവമുള്ളപ്പോൾ, ഇത് ഏറ്റെടുക്കാൻ ഒരു നല്ല സ്നേഹിതനായി കർത്താവ് നമ്മളെ സഹായിക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ എന്തിനാണ് ഈ ഭാരമെല്ലാം, ഈ വേദനയെല്ലാം, ഈ ദുഃഖമെല്ലാം, സങ്കടമെല്ലാം മനസ്സിൽ വഹിച്ചുകൊണ്ട് നടന്ന് നീറിപ്പുകഞ്ഞ് അസ്വസ്ഥനാകുക, BP കൂട്ടുക, നെഞ്ചിന് വേദന വരുത്തി വെക്കുക? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. അടുത്ത് പറയുന്നത്, അവൻ നിന്നെ പുലർത്തും. നമ്മുടെ ഭാരം ചുമക്കാമെന്ന് മാത്രമല്ല, നമ്മെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കില്ല. എന്താ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ കുലുങ്ങിപ്പോകുന്നത്? നമ്മുടെ മനസ്സ് ചഞ്ചലപ്പെട്ടു പോകുന്നത്.
നമുക്ക് ചുമക്കാൻ കഴിയാത്ത ഭാരങ്ങൾ നമ്മൾ ചുമക്കുമ്പോഴാണ് നമ്മൾ കുലുങ്ങിപ്പോകുന്നത്, നമ്മുടെ കാല് ഇടറിപ്പോകുന്നത്. എന്നാൽ ഭാരമെല്ലാം ദൈവത്തെ ഏൽപ്പിക്കുമ്പോൾ കൊട്ട വിട്ടവരെ പോലെ നമുക്ക് സ്വതന്ത്രമായി, സ്വസ്ഥമായി, സമാധാനമായി ജീവിക്കുവാൻ കഴിയും. ശമൂവേൽ പറയുന്ന 1-ാം പുസ്തകത്തിൽ ഒരുപാട് വേദന, നിന്ന, പരിഹാസം ഒക്കെ അനുഭവിച്ച് ഭാരം ചുമന്നുകൊണ്ട് നടന്നൊരു സ്ത്രീയുണ്ട്. ഹന്ന എന്നാണ് ആ സ്ത്രീയുടെ പേര്. ആ സ്ത്രീ ഒക്കെ മക്കളില്ലായിരുന്നു എന്നുള്ളതാണ് അവിടെ ഭാരം. അതിന്റെ പേരിൽ അവൾ അനുഭവിക്കുന്ന നിന്നയും പരിഹാസവും ഒക്കെ ഉണ്ട്. പക്ഷെ അവള് ഇതൊന്നും കണ്ട് ആത്മഹത്യ ചെയ്തില്ല, ഇടറിപ്പോയില്ല. അവൾ ചെയ്യുന്നൊരു പതിവുണ്ടായിരുന്നു, ദൈവാലയത്തിലേക്ക് പോവുക. ശമൂവേൽ പ്രവചനം 1-ാം പുസ്തകം 1-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉറക്കെയൊന്നുമില്ല, പ്രാർത്ഥിച്ച് ചുണ്ടനങ്ങുന്നതേ ഉള്ളൂ. ചുണ്ടനങ്ങുന്നത് കണ്ടുകൊണ്ട് അവിടുത്തെ പുരോഹിതൻ തെറ്റിദ്ധരിച്ചു ഇവിടെ മദ്യം കഴിച്ച് സുബോധമില്ലാതെ എന്തൊക്കെയോ ഇങ്ങനെ ചെറിയനക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സ്ത്രീ പുരോഹിതനോട് പറയുന്ന വാചകമുണ്ട്. അതിന് ഹന്ന ഉത്തരം പറഞ്ഞത്, അങ്ങനെയല്ല യജമാനനെ എന്ന് പറഞ്ഞാൽ ഞാൻ മദ്യം കഴിച്ചു വന്ന സ്ത്രീയല്ല, ഞാൻ മനോവ്യസനമുള്ളൊരു സ്ത്രീ. ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. യഹോവയുടെ സന്നിധിയിൽ എൻ്റെ ഹൃദയം പകരുകയത്രേ ചെയ്തത്. അപ്പോൾ ഇവൾ ദൈവാലയത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കണ്ടവർക്ക് മനസ്സിലായില്ല ഇവിടെ എന്തുവാ ചെയ്യുന്നതെന്ന്. പലപ്പോഴും നമ്മുടെ വേദനകൾ ആളുകൾക്ക് മനസ്സിലാകുകയില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നത് കാണുമ്പോഴും ആളുകൾക്ക് മനസ്സിലാകത്തില്ല. ഈ പുരോഹിതൻ അവളെ തെറ്റിദ്ധരിച്ചു. അവൾ പറയുന്നു, ഞാൻ മനോവ്യസനമുള്ളൊരു സ്ത്രീയാണ്, എൻ്റെ മനസ്സിൽ ഒത്തിരി ഭാരമുണ്ട്, ഒരുപാട് വിഷമങ്ങളുണ്ട്, ഒരുപാട് സങ്കടങ്ങളുണ്ട്, ആരോടും തുറന്നു പറയാൻ കഴിയാത്ത വേദനകളുണ്ട്. ഞാൻ അതെല്ലാം ഒന്ന് ഇറക്കി വെക്കുകയാണ്. ദൈവദാസനെ, യജമാനെ, എന്നെ തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ അവൾ അവളുടെ ഭാരങ്ങളുമായി ദൈവസന്നിധിയിലാണ് ചെന്നത്. അവളുടെ ഭാരങ്ങൾ അവൾ ദൈവത്തോടാണ് പറഞ്ഞത്. അവളുടെ മനസ്സിന്റെ വ്യഥകൾ ദൈവത്തോടാണ് പറയുന്നത്. നിങ്ങളുടെ മനസ്സിന്റെ വ്യഥകൾ നിങ്ങൾ ആരോടാ പറയുന്നത്? എല്ലാ വേദനയും എല്ലാ വ്യഥകളും എല്ലാ മനുഷ്യരോടും പങ്കുവയ്ക്കാനും പറ്റത്തില്ല. അവരത് ആഘോഷമാക്കും, അവരത് പരസ്യമാക്കും, ചിലരത് വെച്ച് മുതലെടുപ്പ് നടത്തും. എന്നാൽ എല്ലാ വേദനകളും എല്ലാ വ്യസനങ്ങളും ദൈവത്തോട് പറയാം. ദൈവത്തോട് പറഞ്ഞാൽ ദൈവം അത് ആഘോഷമാക്കത്തില്ല, ദൈവം അത് പരസ്യമാക്കത്തില്ല. ആ ഭാരം ഏറ്റെടുക്കാൻ ദൈവമുള്ളപ്പോൾ എന്തിനാണ് ആവശ്യമില്ലാത്ത ഭാരങ്ങൾ നമ്മൾ ചുമന്നുകൊണ്ട് നടക്കുന്നത്? കർത്താവ് ഇപ്പോഴും നിങ്ങളെ വിളിക്കുകയാണ്, നിങ്ങളുടെ ഭാരവുമായിട്ട് വാ. നിങ്ങളുടെ പണവുമായിട്ട് വരാനല്ല പറയുന്നത്, നിങ്ങളുടെ വസ്തുവിൻ്റെ ആധാരവുമായിട്ട് വരാനല്ല പറയുന്നത്, നിങ്ങളുടെ സ്വർണം മുഴുവൻ പണയം വെക്കാൻ കൊണ്ടുവരാനല്ല പറയുന്നത്. നിങ്ങളുടെ ആ ഭാരം ഇനി കൊണ്ടുവാ. നിങ്ങൾക്ക് വഹിക്കാൻ വയ്യാത്ത പ്രശ്നം എന്താണ്? അപ്പം നിങ്ങളുടെ ഭാരം എന്താണ്? നിങ്ങളുടെ സങ്കടം എന്താണ്? നിങ്ങളെ അലട്ടുന്ന പ്രശ്നം എന്താണ്? അതുമായിട്ട് വരാനാണ് പറയുന്നത്. അത് കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ പക്കൽ ഇട്ടിട്ട് പോകണം. മനസ്സിൻ്റെ വേദനകൾ, ഭാരങ്ങളെല്ലാം വഹിക്കുവാൻ കർത്താവ് വിളിക്കുകയാണ്. യേശു വിളിക്കുമ്പോൾ പറയുന്നത്, അധ്വാനിക്കുന്നതിന് ഭാരം ഏവരുമേ, എല്ലാവർക്കും വരാം, ഒരു ലിമിറ്റുമില്ല. ഇന്ന് 50 പേർക്കേ പ്രവേശനമുള്ളൂ, 100 പേർക്കേ ഒക്കത്തുള്ളൂ എന്നൊന്നും കർത്താവ് പറയത്തില്ല. എത്ര പേര് ഭാരം ചുമക്കുന്നവരുണ്ടെങ്കിലും കോടാനുകൂടി ജനങ്ങളുടെ ഭാരം വഹിപ്പാൻ എൻ്റെ കർത്താവിന് കഴിയും. എല്ലാവർക്കും വരാം, അവിടെ എപ്പോഴും വരാം. ഇവിടെ വലിയ വലിയ ആളുകളെ ഒന്ന് കണ്ട് ഒരു ഭാരം എന്ന് പറയണം, നമ്മുടെ ഒരു ആവശ്യം പറയണമെങ്കിൽ അവരുടെ സമയത്തെ നമുക്ക് എല്ലാം പറ്റത്തുള്ളൂ. ചിലർക്ക് മുൻകൂർ അപ്പോയിൻമെന്റ് എടുക്കണം, ആഴ്ചകൾ കാത്തിരിക്കണം, ഭയങ്കര തിരക്കാണ് ആളുകൾ. പക്ഷെ ഈശോ പറയുന്നത് എപ്പം വേണേലും വാ, രാത്രി വരാം, പകൽ വരാം, നട്ടപ്പാതിലേക്ക് വരാം, എപ്പോൾ കർത്താവിൻ്റെ അടുത്ത് ചെന്നാലും നമ്മുടെ ഭാരങ്ങൾ ഏറ്റെടുക്കാൻ കർത്താവ് തയ്യാറാണ്. നിങ്ങൾ പോകുന്ന വഴിയിൽ ദൈവത്തോട് നിങ്ങളുടെ ഭാരങ്ങൾ പറഞ്ഞുകൊണ്ട് പോകാം. പ്രാർത്ഥിക്കുമ്പോൾ ആ ഭാരങ്ങൾ ഇറക്കി വെക്കാം. ഏത് സമയത്തും മുൻകൂർ അനുവാദം മേടിക്കാതെ
കടന്നു ചെല്ലാവുന്നൊരു ഇടമാണ് ദൈവത്തിൻ്റെ സന്നിധാനം. ആർക്കും സൗജന്യമായി എപ്പോഴും കടന്നു ചെന്ന് ഏത് പ്രശ്നവും പങ്കുവയ്ക്കാം. മാത്രമല്ല, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറയുമ്പോൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ചെല്ലുന്ന പോലെ അല്ല. ഇവിടെ നമ്മൾ ഒരു രോഗമായിട്ട് ചെല്ലുമ്പോൾ അത് മാത്രം നോക്കുന്ന ഒരു സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. വേറൊരു രോഗം പറഞ്ഞാൽ അയാൾ വേറൊരിടത്തോട്ട് റെഫർ ചെയ്യും. ഇങ്ങനെ 100 കയറി ഇറങ്ങിയാലേ എല്ലാ രോഗത്തിനും ചികിത്സ കിട്ടത്തുള്ളൂ. എന്നാൽ ഈശോ പറയുന്ന അങ്ങനെയല്ല. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞാൽ എത്ര പേരുണ്ടെങ്കിൽ എന്തോ പ്രശ്നമാണെങ്കിലും ആശ്വസിപ്പിക്കാം. അതാ കർത്താവ് നൽകുന്ന ഉറപ്പ്. ഇന്ന് ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ അടുത്തേക്ക് ഈ ക്ഷണം സ്വീകരിച്ച് ആഹ്വാനം സ്വീകരിച്ച് കടന്നു ചെല്ലുമോ? ഭാരങ്ങൾ കർത്താവിനോട് പറയുമോ? കർത്താവ് നൽകുന്ന മറ്റൊരു ഉറപ്പ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 37-ാം വാക്യത്തിൽ പറയുന്നു, എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. അപ്പോൾ നമ്മൾ ഭാരങ്ങളുമായി കർത്താവിന്റെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് യോഗ്യതയൊന്നും വേണ്ട. കർത്താവിന്റെ അടുത്തല്ല, ആർക്കും ചെല്ലാം. ഒരു കാരണം പറഞ്ഞ് ഞാൻ തള്ളിക്കളയില്ല. അതാണ് പറയുന്നത്, കർത്താവ് പറയുന്നത്. നമ്മളൊരു സ്കൂളിൽ അഡ്മിഷൻ ചെന്നാൽ ചെല്ലുന്ന എല്ലാവർക്കും അഡ്മിഷൻ കിട്ടത്തില്ല. പട്ടാളത്തിൽ ചേരാൻ ചെന്നാൽ എല്ലാവരെയും എടുക്കത്തില്ല. അവർ വെച്ചിരിക്കുന്ന ഹൈറ്റ് ഉണ്ട്, വെയിറ്റ് ഉണ്ട്, നെഞ്ചുവരിവുണ്ട് എല്ലാം നോക്കിയിട്ട് പറയാം നിങ്ങൾ ഫിറ്റ് അല്ല, തള്ളിക്കളയും. ഒരു ജോലിക്ക് ചെന്നാൽ അവിടെ യോഗ്യതാ പരീക്ഷയുണ്ട്, ഇന്ന വിദ്യാഭ്യാസ യോഗ്യത വേണം, അതില്ലാത്തവരെ തള്ളിക്കളയും. പക്ഷെ കർത്താവ് പറയുന്നു, എന്റെ അടുക്കൽ വരുന്നവരെ ഒരു കാരണവും പറഞ്ഞ തള്ളിക്കളയില്ല. പിന്നെ എന്താ പ്രശ്നമെന്ന് ചോദിച്ചാൽ ആളുകൾ ചെല്ലത്തില്ല. കർത്താവിന്റെ അടുത്തോട്ട് ചെല്ലാതെ ലോകത്ത് കാണുന്ന മനുഷ്യരോടെല്ലാം അവരുടെ സങ്കടവും പറയും, ഭാരവും പറയും. അവരിതിനേക്കാൾ വലിയ ഭാരം കൊണ്ട് നടക്കുക. അവരുടെ ഭാരം എവിടെ ഇറക്കി വെക്കണമെന്ന് ചോദിച്ചിരിക്കുമ്പോഴാണ് അങ്ങോട്ട് പിന്നെ ഭാരം കൊണ്ട് ചെല്ലുന്നത്. പക്ഷെ കർത്താവ് പറയുന്ന ആർക്കും വരാം, എപ്പോഴും വരാം, എന്തു പ്രശ്നവുമായിട്ട് വരാം. ഒരു കാരണം പറഞ്ഞ് ഒരൊറ്റ മനുഷ്യനെയും തള്ളിക്കളയത്തില്ല. കർത്താവിനെ കുറിച്ച് അന്നത്തെ ആളുകൾ പറയുന്ന ഒരു പരാതി ഇത് തന്നെയായിരുന്നു, ആര് എന്നാലും ഒന്ന് സ്വീകരിക്കുക എന്നുള്ളതാണ്. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ പരീശന്മാർ അത് കണ്ട് അവന്റെ ശിഷ്യന്മാരോട്, നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. അന്നത്തെ കാലത്ത് റോമൻ ഗവൺമെന്റിന് വേണ്ടി ചുങ്കം പിരിക്കുന്ന ആളുകളെ മറ്റുള്ളവർക്ക് പുച്ഛമായിരുന്നു, പാപികളെ പുച്ഛമായിരുന്നു. സമൂഹത്തിൽ പുച്ഛിക്കപ്പെട്ട, തള്ളപ്പെട്ട, അവഗണിക്കപ്പെട്ട ആളുകളെയും കർത്താവ് തള്ളിക്കളഞ്ഞിട്ടില്ല. കർത്താവ് നിങ്ങൾക്കും വരാം. അപ്പൊ കർത്താവ് ഇങ്ങനെ ചുങ്കക്കാരെ, പാപികളെ ആര് എന്നാലും സ്വീകരിക്കുന്നത് കണ്ടുകൊണ്ട് അന്നത്തെ പരീശന്മാർ ഒരുപാട് പരാതി പറഞ്ഞു. അപ്പോൾ യേശു അത് കേട്ടപ്പോൾ പറഞ്ഞ മറുപടി ഇതാണ്, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യം ഇല്ല. ആരാ ഒരു ഡോക്ടറെ എടുത്തു പോകുന്നത്? ഒരു രോഗമില്ലാത്തവർക്ക് ഡോക്ടറെ കാണേണ്ട കാര്യമൊന്നുമില്ല. ദീനമുള്ളവരാണ് വൈദ്യനെ അന്വേഷിക്കുന്നത്. അപ്പൊ കർത്താവിന്റെ അടുക്കൽ ചെല്ലുന്ന ആളുകളെയും കർത്താവ് അങ്ങനെ കണ്ടത്. വരുന്നവരെല്ലാം എന്തെങ്കിലും ദീനവുമായിട്ടാണ് വരുന്നത്. ശാരീരിക രോഗമുള്ളവരുണ്ട്, മാനസിക രോഗമുള്ളവരുണ്ട്. കർത്താവ് ഇവരുടെ എല്ലാം വൈദ്യനായിരുന്നു. രോഗിക്ക് വൈദ്യനെ പോലെയാണ് കർത്താവ് നമുക്ക് സൗഖ്യം തരുന്നത്. ആത്മാവിന്റെ രോഗങ്ങൾ, ശരീരത്തിന്റെ രോഗങ്ങൾ, മനസ്സിന്റെ രോഗങ്ങൾ, ഏത് ഭാരവും കർത്താവ് പറഞ്ഞു, എൻ്റെ അടുക്കൽ വരുന്നവരെല്ലാം രോഗികളാണ്, അവർക്ക് എന്തെങ്കിലും അസുഖമുള്ളതുകൊണ്ടാണ് എൻ്റെ അടുത്ത് വരുന്നത്. ഈ രോഗത്തിനെല്ലാം സൗഖ്യം തരുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. മനുഷ്യൻ ചുമക്കുന്ന ഏറ്റവും വലിയ ഭാരം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പാപത്തിന്റെ ഭാരമാണ്. കുറ്റബോധം, ചെയ്തു പോയ തെറ്റിനെ കുറിച്ചുള്ള ബോധം വരുമ്പോൾ, അയ്യോ തെറ്റിപ്പോയി, ഇനി ഞാൻ എന്തോ ചെയ്യും, ദൈവം എന്നോട് ക്ഷമിക്കുമോ, മനുഷ്യൻ എന്നോട് ക്ഷമിക്കുമോ,
ഇത് വലിയ ആശങ്കയുണ്ടാക്കി ആ കുറ്റബോധത്തോടുകൂടി ആളുകൾ മനോരോഗം അനുഭവിക്കുകയും ആത്മഹത്യ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. കർത്താവിന്റെ അടുക്കൽ ചെന്ന എല്ലാ പാപികളുടെയും പാപഭാരത്തിന്റെ ചുമട് അവിടുന്ന് വഹിച്ചിട്ടുണ്ട്. കാൽവരി ക്രൂശിൽ അവിടുന്ന് ചെയ്തത് അതാണ്. മനുഷ്യന്റെ പാപത്തിന്റെ ഭാരം മുഴുവൻ അവിടുത്തെ തോളിൽ ഏറ്റെടുത്തു. നമ്മുടെ പാപഭാര ചുമട് യേശുവിന്മേലായി. ആ പാപഭാരം ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മുടെ കർത്താവ് ക്രൂശിൽ നമുക്ക് വേണ്ടി മരിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 36 മുതലുള്ള വാക്യങ്ങളിൽ പരീശന്മാരിൽ ഒരുത്തൻ തന്നോടുകൂടെ ഭക്ഷണം കഴിപ്പാൻ അവനെ ക്ഷണിച്ചു. അവൻ പരീശന്റെ വീട്ടിൽ ചെന്ന് ഭക്ഷണത്തിനിരുന്നു. ആ പട്ടണത്തിൽ പാപിയായ ഒരു സ്ത്രീ അവൻ പരീശന്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുന്ന അറിഞ്ഞ് ഒരു വെൺകൽ ഭരണി പരിമള തൈലം കൊണ്ടുവന്നു പുറകിൽ അവന്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്ന് കണ്ണുനീര് കൊണ്ട് അവന്റെ കാല് നനച്ചു തുടങ്ങി. തലമുടി കൊണ്ട് തുടച്ച കാല് ചുംബിച്ച് തൈലം പൂശി. പട്ടണത്തിലെ ഏറ്റവും പാവനിയായിരുന്ന ഒരു സ്ത്രീയാണ്, മോശം സ്ത്രീയാണ്. മറ്റുള്ളവരുടെ മുൻപിൽ പരസ്യമായി ചെല്ലാൻ പോലും യോഗ്യതയില്ലാത്ത സ്ത്രീയാണ്. പക്ഷെ കർത്താവ് ഒരു പരീശന്റെ വീട്ടിലുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അവിടെ ചെന്ന് ഒരു വെങ്കൽ ഭരണി നിറച്ച് സുഗന്ധ തൈലം കൊണ്ടുവന്ന് പരിമള തൈലം കൊണ്ടുവന്ന് കർത്താവിന്റെ കാലിൽ പൂശി അവിടെ തലമുടി കൊണ്ട് ഇങ്ങനെ തുടച്ച് കരയുക. അവിടെ പാപത്തിന്റെ ഭാരം കണ്ണുനീരായിട്ട് അവൾ ഒഴുക്കുകയാണ്. അപ്പോൾ 48-ാം വാക്യത്തിൽ കർത്താവ് അവളോട് പറയുന്നത്, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. അപ്പോൾ അവൾ കരയുന്നത് എന്തിനാണെന്ന് കർത്താവിന് മനസ്സിലായി. അതുകൊണ്ട് കർത്താവ് അവിടെ മനസ്സറിഞ്ഞു. കർത്താവിന് നമ്മുടെ മനസ്സറിയാം. നമ്മൾ കരയുമ്പോൾ എന്തിനാ കരയുന്നതെന്ന് കർത്താവിന് അറിയാം. അവളോട് പറഞ്ഞു, നിന്റെ പാപങ്ങൾ ഞാൻ മോചിച്ച് തന്നിരിക്കുന്നു. അപ്പോൾ അവനോടുകൂടെ പന്തിയിലിരുന്നവർ പാപമോചനവും കൊടുക്കുന്നവനാർ എന്ന് തമ്മിൽ പറഞ്ഞു. പാപം മോചിക്കുന്ന ഒരാളാണ് യേശുവെന്ന് അവർക്കറിയാൻ വയ്യായിരുന്നു. യേശുവിന് പാപം മോചിപ്പാൻ അധികാരമുണ്ട്. യേശുവിന് മോചിക്കാൻ കഴിയാത്ത ഒരു പാപവുമില്ല. ഏത് പാപവും യേശുവിനോട് ഏറ്റുപറയാം. മനുഷ്യൻ ക്ഷമിക്കത്തില്ല, ക്ഷമ ചോദിച്ചാലും ക്ഷമിക്കത്തില്ല. പിന്നെ അവരത് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാൽ ദൈവം പാപങ്ങൾ ക്ഷമിക്കുന്നവനാണ്. കർത്താവ് ആ സ്ത്രീയോട് പറയാ, സമാധാനത്തോടെ പോകാം. അപ്പോൾ അവൾ വന്നപ്പോൾ എന്തില്ലായിരുന്നു? സമാധാനം ഇല്ലായിരുന്നു. അവൾക്ക് സമാധാനം ഇല്ലായിരുന്നു. എന്താണ് അവളുടെ സമാധാനത്തെ കെടുത്തിയത് എന്ന് ചോദിച്ചാൽ അവിടെ പാപഭാരമാണ്. മനുഷ്യന്റെ സമാധാനം നഷ്ടമാകുന്നതിന്റെ പ്രധാന കാരണം പാപമാണ്. പാപമാണ് മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത്. അപ്പോൾ ദൈവത്തിൽ നിന്ന് പാപം മുഖാന്തരം അകന്നുപോയ മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുകയാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഭൂമിയിലെ വരവിന്റെ ദൗത്യം തന്നെ. ദൈവത്തിൽ നിന്ന് അകന്നുപോയി. എന്താ ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്നത്? അവന്റെ പാപമാണ്. അപ്പോൾ പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു. ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ അവന്റെ സമാധാനം നഷ്ടപ്പെടുകയാണ്. എന്നാൽ യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിൽ നമ്മുടെ പാപഭാരം അവിടുന്ന് ചുമന്നു. നമുക്ക് വേണ്ടിയാണ് ഈശോ ക്രൂശിൽ മരിച്ചതെന്ന് വിശ്വസിച്ചുകൊണ്ട് അനുദപിച്ച് പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെടുമ്പോൾ നമ്മുടെ പാപങ്ങൾ ദൈവം ക്ഷമിച്ചു തരികയാണ്. അതോടുകൂടെ പുത്രൻ മുഖാന്തരം നാം ദൈവത്തോട് നിരപ്പ് പ്രാപിച്ച് ദൈവത്താൽ നീതീകരിക്കപ്പെട്ട് നമുക്ക് സമാധാനം ലഭിക്കും. ആ സ്ത്രീയെ അവളുടെ പാപം ഏറ്റുപറഞ്ഞ് സമാധാനമുണ്ടായി. കർത്താവിൻ്റെ അടുത്ത് രോഗത്തിന്റെ ഭാരവുമായിട്ട് ചെന്ന് അനേകരുണ്ട്. അനേക രോഗികൾ കർത്താവിൻ്റെ അടുത്ത് ചെന്നു. ഏത് ദരിദ്രനും യേശുവിൻ്റെ അടുക്കല്ല. വഴിയിൽ ഭിക്ഷ അയച്ചുകൊണ്ടിരുന്ന ബർത്തിമായി എന്ന് പറയുന്ന കുരുട്ട് കണ്ണനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ തെരുവിൽ ഇരുന്നു കൊണ്ട് ഭിക്ഷ അയച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കർത്താവ് അതിലേക്ക് കടന്നുപോയത്. അവൻ നിലവിളിച്ചു, ദാവീദ് പുത്രാ, കർത്താവേ, എന്നോട് കരുണ തോന്നണമേ. ഇത് കേട്ട ശിഷ്യന്മാർ അവനെ വിലക്കി. മിണ്ടാതിരിക്കാൻ പറഞ്ഞു, ശബ്ദം ഉണ്ടാക്കാതെ ഗുരുവിനെ അസഹ്യപ്പെടുത്താതിരിക്കാൻ പറഞ്ഞു. പക്ഷെ നമ്മൾ വായിക്കുന്ന അവന് പിന്നെ കുറച്ചുകൂടെ ഉറക്കം നിലവിളിച്ചു. പക്ഷെ അവൻ ഉറക്കം നിലവിളിച്ചപ്പോൾ ശിഷ്യന്മാർക്ക് അത് അസഹ്യമായിട്ട് തോന്നിയെങ്കിലും കർത്താവിന് അവന്റെ നിലവിളി ഒരു അസഹ്യമായി തോന്നിയില്ല. കർത്താവ് അവിടെ നിന്നു. കർത്താവ് അവിടെ നിന്നിട്ട് അവനെ
വിളിച്ചു. അവനെ വിളിപ്പീൻ എന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്കുക എന്ന് അവനെ വിളിച്ചു. അവൻ തന്റെ പുതപ്പ് ഇട്ടും കളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിന്റെ അടുക്കൽ വന്നു. ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണമെന്ന് ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അവൻ പറയണം, റബ്ബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് അവൻ പറഞ്ഞു. യേശു അവനോട് പോകാൻ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ച യാത്രയിൽ അവനെ അനുഗമിച്ചു. അപ്പോൾ അവന്റെ ഭാരം ഇതായിരുന്നു, അവന് കണ്ണിന് കാഴ്ചയില്ല, ജീവിക്കാൻ മാർഗമില്ല, പണമില്ല, ഒരു ഭിക്ഷക്കാരനായി തെരുവിലവൻ ഒരു തെണ്ടിയായി ജീവിക്കുകയാണ്. പക്ഷെ യേശുവിന്റെ ആഹ്വാനം അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ ഏവരും വരാമെന്നാണ്. അവിടെ ആരോഗ്യമുള്ളവർ വരാനല്ല പറയുന്നത്, ധനികർ വരാനല്ല പറയുന്നത്, നല്ല കുടുംബത്തിൽ ജനിച്ചവർ വരാനല്ല പറയുന്നത്. ആർക്കും വരാം, ആർക്കും വരാം. ഏത് തെരുവ് തണ്ടിക്കും വരാം, ഏത് രോഗിക്കും വരാം, കുഷ്ഠരോഗിക്ക് വരാം, രക്തസ്രാവമുള്ള രോഗിക്ക് വരാം, പക്ഷപാതമുള്ളവന് വരാം. ഏത് രോഗവും, ഏത് പാപവും, ഏത് ജീവിത പ്രശ്നമാണെങ്കിലും ഇന്ന് യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരാം. എന്തിനാണ് ഇതെല്ലാം തനിയെ ചുമന്നുകൊണ്ട് പോകുന്നത്? ഭാരം ചുമക്കാൻ, ഭാരം ഏറ്റെടുക്കാൻ കർത്താവ് ഒരുക്കമാണ്. ഏത് ജാതിയിലുള്ളവർക്കും കർത്താവിന്റെ അടുക്കൽ വരാം. ഒരിക്കൽ സൈറഫോനിക്കാരിയായ ഒരു സ്ത്രീയെ അവളുടെ ജീവിതത്തിന്റെ ഭാരവുമായിട്ട് യേശുവിന്റെ അടുക്കൽ വരുന്ന മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിലുണ്ട്. അവളൊരു യവനായ സ്ത്രീയായിരുന്നു. തന്റെ മകളിൽ നിന്ന് ഭൂതത്തെ പുറത്താക്കുവാൻ അവൾ അവനോട് അപേക്ഷിച്ചു. ഭൂതം ബാധിച്ച മകളുടെ അമ്മ. ഇന്നും പൈശാചിക ശക്തികൾ മനുഷ്യനെ അലട്ടുന്നുണ്ട്. പൈശാചിക ബാധ ഇന്നുമുണ്ട്. അതിന് മരുന്നില്ല, മന്ത്രമില്ല. ദൈവത്തിന് മാത്രമേ ഈ അന്ധകാരത്തിന്റെ ശക്തിയെ പുറത്താക്കാനായിട്ട് കഴിയും. അപ്പോൾ ശാരീരികമാകട്ടെ, മാനസികമാകട്ടെ, പൈശാചികമാകട്ടെ, എന്ത് ഭാരമാണെങ്കിലും, എന്ത് ജീവിത പ്രശ്നമാണെങ്കിലും, എന്ത് സങ്കടമാണെങ്കിലും, എന്ത് വേദനയാണെങ്കിലും യേശു വിളിക്കുന്നു. എൻ്റെ അടുക്കൽ വാ, ഭാരവുമായിട്ട് വാ, രോഗവുമായിട്ട് വാ, സങ്കടവുമായിട്ട് വാ, വേദനയുമായിട്ട് വാ. തിരിച്ചു പോകുമ്പോൾ സമാധാനത്തോടെ പോകാം, സന്തോഷത്തോടെ പോകാം, പുതിയൊരാളായിട്ട് പോകാം. എല്ലാ നിരാശയും മാറി, എല്ലാ സങ്കടവും മാറി, എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരമുണ്ടാക്കുവാൻ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ എൻ്റെ അടുക്കൽ വരുവിനെന്ന് വിളിച്ച ആ നല്ല ഗുരുവിൻ്റെ അടുത്തേക്ക് ഇന്ന് കടന്നു വരുവാം. ആരെയും ദൈവം വിലക്കുന്നില്ല. ആർക്കും വരാം, എപ്പം വേണേലും വരാം, എത്ര പേർക്ക് വേണേലും വരാം. എല്ലാവർക്കും ആശ്വാസം ദൈവത്തിൻ്റെ പക്കലുണ്ട്. അവിടുന്ന് മനസ്സിലുള്ള ദൈവമാണ്, കരുണയുള്ള ദൈവമാണ്, ക്രോധത്തിങ്കിലും കരുണ കാണിക്കുന്നവനാണ്. ആരും നിങ്ങളെ തടയരുത്. ഭൃത്യമായി ശിഷ്യന്മാർ തടയാൻ ശ്രമിച്ചതുപോലെ ഇന്നും തടയുന്ന ആളുകളുണ്ട്. പാവനിയായിരുന്ന സ്ത്രീയെ പരീക്ഷന്മാർ വിമർശിച്ചതുപോലെ വിമർശന ബുദ്ധിയോടുകൂടെ കാണുന്ന ആളുകളുണ്ട്. പക്ഷെ ആരുടെയും വിമർശനം നിങ്ങളെ തളർത്തരുത്. ആരും തടയാൻ ശ്രമിച്ചാൽ നിങ്ങൾ മാറരുത്. കാരണം നിങ്ങൾക്ക് നേരിട്ട് കർത്താവിൻ്റെ അടുത്ത് വരാം. യേശുവിൻ്റെ അടുക്കൽ ഒരാൾക്ക് കടന്നു വരുന്നതിന് ആരുടെയും ശുപാർശ ആവശ്യമില്ല, ആരുടെയും മധ്യസ്ഥത ആവശ്യമില്ല. ദൈവത്തിൻ്റെ അടുത്ത് യേശുവിലൂടെ എല്ലാവർക്കും ധൈര്യമായിട്ട് കൃപാസനത്തോളം അടുത്തിയല്ല. ആരും പുറത്തുനിന്ന് ഏതോ കർട്ടന്റെ പുറകിൽ നിന്നുകൊണ്ട് ദൈവത്തോട് അപേക്ഷിക്കേണ്ട. ദൈവാലയത്തിലെ തിരശ്ശീല യേശുവിൻ്റെ ക്രൂശുമരണത്തിൽ മുകൾ മുതൽ താഴെ വരെ രണ്ടായിട്ട് കീറിയിട്ടത്. ക്രിസ്തു തന്റെ ദേഹം എന്ന തിരശ്ശീല രണ്ടായി കീറിക്കൊണ്ട് എല്ലാ മനുഷ്യർക്കും ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് ചെല്ലുവാൻ ജീവനുള്ള ഒരു പുതിയ വഴി തുറന്നിട്ടുണ്ട്. ആ വഴിയിലൂടെ കൃപാസനത്തിലേക്ക് ചെല്ലാം. ജീവിതഭാരത്തിൻ്റെ ചുമടുകൾ ഇറക്കി വെക്കാം. എല്ലാ വേദനയും, എല്ലാ സങ്കടവും ദൈവത്തോട് തുറന്നു പറയാം. ദൈവം നിങ്ങളെ
അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപിതാവേ, ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ, സങ്കടങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ, വേദന അനുഭവിക്കുന്നവരുണ്ടല്ലോ. കർത്താവ് അങ്ങയുടെ അടുത്ത് വന്ന് എല്ലാവരെയും ആശ്വസിപ്പിച്ചിട്ടുള്ളത് ഞങ്ങൾ വായിക്കുന്നു, മനസ്സിലാക്കുന്നു. ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്നവർ മനസ്സിന് ഭാരവും പ്രയാസവും രോഗവും അനുഭവിക്കുന്നവരെ കർത്താവ് ആശ്വസിപ്പിക്കണേ, വിടുവിക്കണേ. അവരുടെ ജീവിതഭാരത്തിന്റെ ചുവട് അവിടെ നേറ്റെടുത്ത് സമാധാനത്തോടെ മടക്കാനായി ഞങ്ങൾക്കായി ജീവൻ തന്ന ദൈവപുത്രനായ യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കുമാറാകണമേ. ആമീൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ നന്ദിയെ അറിയിക്കുന്നു. ജീവിത വഴിത്താരയിൽ പ്രതീക്ഷയും പ്രത്യാശയും പ്രദാനം ചെയ്യുവാൻ ഈ പ്രോഗ്രാമിന് കഴിഞ്ഞു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് സ്വർഗീയധ്വനി മീഡിയ, പോസ്റ്റ് ബോക്സ് നമ്പർ 35, അടൂർ ഷോപ്പിംഗ് കോംപ്ലക്സ്, KSRTC ജംഗ്ഷൻ, അടൂർ 691523. ഇമെയിൽ finnipmatthew@gmail.com. ഫോൺ 9447593865.